നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 64 മെഗാപിക്സലിന്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും 30 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജ് സംഭവങ്ങളൊക്കെ ആയിട്ട് ഒപ്പോ പുതിയൊരു സ്മാർട്ട് ഫോൺ OPPO K5 എന്നൊരു സ്മാർട്ട് ഫോൺ 17-ാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 6.4 ഇഞ്ചോട് കൂടിയ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ സെറ്റപ്പൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. വാട്ടർപ്രൂഫ് നോച്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ തന്നെ നൽകിയിരിക്കുന്നു. 19.5:9 ആസ്പെക്ട് റേഷ്യോയോട് കൂടെ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ വരുന്നത് 1080x2340 പിക്സൽ റെസൊല്യൂഷനാണ്. ഫുൾ HD പ്ലസ് ആണ്. 84.18% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് കിട്ടുന്നുണ്ട്. കോർണിംഗ് ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് ഒപ്പോ നൽകുന്നുണ്ട്. വളരെ നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പാണ് OPPO K5 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. കൂടാതെ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കൂടെ ഒപ്പോ ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. വളരെ നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകുന്നു. പ്രോസസ്സറും കാര്യം നോക്കുമ്പോൾ Qualcomm Snapdragon 730G എന്ന ഗെയിമിങ്ങിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന നല്ലൊരു മികച്ച പ്രോസസ്സർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. 2.2 GHz ക്ലോക്ക് സ്പീഡുണ്ട്. Adreno 680 ആണ് ഇവിടെ GPU സെറ്റപ്പായിട്ട് ഒപ്പോ നൽകിയിരിക്കുന്നത്. 6GB RAM 128GB സ്റ്റോറേജ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ട് ഒപ്പോ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 8GB RAM 128GB സ്റ്റോറേജിലും 8GB RAM 256GB സ്റ്റോറേജിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണുകൾ അവൈലബിൾ ആയിട്ട് കിട്ടും. 256GB വരെ മൈക്രോ എസ്ഡി സഹായത്തോടെ നമുക്ക് സ്റ്റോറേജ് കൂട്ടാനും സാധിക്കും. 4G സ്മാർട്ട് ഫോണാണ്. ഡുവൽ നാനോ സിം സ്ലോട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ K5 ചിലപ്പോൾ ഹൈബ്രിഡ് സിം സ്ലോട്ട് സംവിധാനം നൽകുമെന്നൊരു വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതെന്തായാലും വരുന്ന ദിവസം ലോഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. ക്യാമറ സെറ്റപ്പ് 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയൽ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ ഉണ്ടാകും. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 2 മെഗാപിക്സലിൻ്റെ പോർട്രേറ്റ് ലെൻസ്, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ എന്നിങ്ങനെ 4 ലെൻസുകളാണ് റിയൽ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. f1.8 അപ്പർച്ചറോട് കൂടിയ ഒരു ക്യാമറ സെറ്റപ്പാണ് റിയൽ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇപ്പോഴുള്ള ക്യാമറയിൽ ഉള്ള എല്ലാ സംവിധാനങ്ങളും സൂപ്പർ സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും ഒപ്പോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ f2.0 അപ്പർച്ചറോട് കൂടിയ 32 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കിട്ടുക ക്യാമറ സെറ്റപ്പായിട്ട്. എന്തായാലും ക്യാമറ സെറ്റപ്പിലും വളരെയധികം മികച്ച രീതിയിൽ തന്നെ ഒപ്പോ ക്യാമറ സെറ്റപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പോടെ റെനോ സീരീസൊക്കെ നമുക്കറിയാം ക്യാമറയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇറക്കിയിട്ടുള്ള ഫ്ലാഷ് സ്മാർട്ട് ഫോണുകളാണ്. ഒപ്പോടെ മറ്റു പുതിയൊരു സ്മാർട്ട് ഫോൺ റെനോയുടെ സീരീസ് പുതിയ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് OPPO K5 എന്ന സ്മാർട്ട് ഫോണിലേക്ക് ഒരു 64 മെഗാപിക്സലിൻ്റെ ക്ലൗഡ് ക്യാമറ സെറ്റപ്പ് അവതരിപ്പിക്കുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ക്യാമറ സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇനി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 4000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. 4.0 ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. 30 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ നമുക്ക് എന്തോ ബോക്സ് ഈ സ്മാർട്ട് ഫോണിനൊപ്പം കിട്ടുകയും ചെയ്യും. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് 6GB RAM 128GB സ്റ്റോറേജിന് ചൈനയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ആ പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 18,000 രൂപയ്ക്ക് മുകളിലേക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന് വില വരും എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം Realme X2 എന്ന ഈ സ്മാർട്ട് ഫോണിൻ്റെ അതേ സ്പെസിഫിക്കേഷൻ തന്നെയാണ് നമുക്ക് ഈ OPPO K5 എന്ന ഈ സ്മാർട്ട് ഫോണിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Realme ഇപ്പോൾ 6GB RAM 64GB സ്റ്റോറേജിൽ നമുക്കൊരു വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോൺ നോക്കുമ്പോൾ OPPO K5ൻ്റെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് വേരിയൻറ്റുകൾ കൂടുതലായിട്ടാണ് സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. എന്നാൽ Realme X2 നമുക്ക് 6GB RAM 64GB സ്റ്റോറേജ് ഒരു 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു 15,000 മുകളിലേക്ക് നമുക്കത് വാങ്ങിക്കാൻ സാധിക്കും. നിങ്ങൾ സ്റ്റോറേജ് വേരിയൻറ്റ് കൂടുതലായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ OPPO K5 അതുപോലെ Realme X2 മറ്റ് സ്റ്റോറേജ് വേരിയൻറ്റുകളൂടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് റിവ്യൂകളിൽ നിന്ന് ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുക. എന്തായാലും ഈ ഇന്ത്യയിൽ ഈ സ്മാർട്ട് ഫോൺ വന്നതിന് ശേഷം ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് പുതിയൊരു വീഡിയോ ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിന് വ്യത്യാസമുണ്ടെങ്കിൽ അതും ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് OPPO K5 എന്ന ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ടെക് വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോയെക്കുറിച്ച് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിന് റിപ്ലൈ അയക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണപ്പെടാം. ബൈ.